കർത്താവേ, നിന്റെ വിശുദ്ധവേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ നാഥാ ഞങ്ങളുടെ ഹൃദയകണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം. ബറഖ്മോൻ തൻ്റെ 12 ശിഷ്യരോട് ഇവ കൽപ്പിച്ച ശേഷം നഗരങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്നും താൻ പോയി. മശിഹായുടെ പ്രവൃത്തികളെക്കുറിച്ച് യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ച് തന്നോട് ചോദിച്ചു, വരുവാനുള്ളവൻ അങ്ങ് തന്നെയോ, അതോ മറ്റൊരാളെയാണോ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? യേശു അവരോട്, നിങ്ങൾ പോയി നിങ്ങൾ കാണുകയും കേൾക്കുന്നതുമായ പ്രവൃത്തികൾ യോഹന്നാനെ വിവരിച്ചു ധരിപ്പിപ്പിൻ. അന്ധന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ വെടിപ്പാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയിർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷിക്കപ്പെടുന്നു. എന്നിൽ വിരുദ്ധപ്പെട്ടു പോകാത്തവൻ ഭാഗ്യവാൻ എന്നു പറഞ്ഞു. അവർ പോയ ശേഷം യേശു പുരുഷാരത്തോട് യോഹന്നാനെക്കുറിച്ച് പറയുവാൻ തുടങ്ങി. നിങ്ങൾ എന്തു കാണാനാണ് വിജനപ്രദേശത്തേക്ക് പോയത്? കാറ്റുകൊണ്ട് ആടുന്ന ഞാങ്ങണയെയോ? അല്ലെങ്കിൽ പിന്നെ എന്തു കാണുവാൻ പോയി? നേരിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന മനുഷ്യനെയോ? മൃദുവസ്ത്രധാരികൾ രാജഗൃഹത്തിലല്ലയോ? അല്ലെങ്കിൽ പിന്നെ എന്തു കാണുവാൻ നിങ്ങൾ പോയി? ദീർഘദർശിയെയോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദീർഘദർശിയേക്കാൾ ശ്രേഷ്ഠനെ തന്നെ. എന്തെന്നാൽ നിനക്ക് മുമ്പിൽ വഴിയൊരുക്കുവാൻ നിനക്ക് മുമ്പായി ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് ആരെക്കുറിച്ചാണോ എഴുതപ്പെട്ടിരിക്കുന്നത്, ആയവനാകുന്നു ഇവൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ഉണ്ടായിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ചെറിയവനോ അവനേക്കാൾ വലിയവനാകുന്നു. യോഹന്നാന്റെ കാലം മുതൽ ഇതുവരെയും സ്വർഗരാജ്യം ബലത്താൽ ആനയിക്കപ്പെടുന്നു, ബലവാന്മാർ അതിനെ പിടിച്ചടക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ ദീർഘദർശിമാർ എല്ലാവരും ന്യായപ്രമാണവും യോഹന്നാൻ വരെ പ്രവചിച്ചു. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സ്വീകരിപ്പിൻ. വരുവാനുള്ള ഏലിയ ഇദ്ദേഹം തന്നെയാകുന്നു. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ തലമുറയെ ഞാൻ ആരോട് സാമ്യപ്പെടുത്തേണ്ടു? തെരുവിലിരുന്ന് അവരുടെ കൂട്ടുകാരോട്, ഞങ്ങൾ നിങ്ങൾക്കായി പാടി, നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്കായി വിലപിച്ചു, നിങ്ങൾ ദുഃഖിച്ചില്ല എന്ന് വിളിച്ചു പറയുന്ന കുട്ടികളോട് ഇത് സാമ്യപ്പെടുന്നു. എന്തെന്നാൽ യോഹന്നാൻ ഭക്ഷിക്കാത്തവനും കുടിക്കാത്തവനുമായി വന്നു, അവന് പിശാചുണ്ട് എന്നവർ പറയുന്നു. മനുഷ്യപുത്രനോ ഭക്ഷിക്കുന്നവനും കുടിക്കുന്നവനുമായി വന്നു. കണ്ടാലും ഭക്ഷണപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനും എന്ന് അവർ പറയുന്നു. ജ്ഞാനം അതിൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടു. അനന്തരം യേശു തൻ്റെ വളരെയേറെ അത്ഭുതങ്ങൾ അവയിൽ നടന്നിട്ടും മാനസാന്തരപ്പെടാതിരുന്ന നഗരങ്ങളെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി. കോറസീനെ, നിനക്ക് കഷ്ടം! ബത്സയിദായെ, നിനക്ക് കഷ്ടം! നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ സോറിലും സീദോനിലുമാണ് നടന്നിരുന്നതെങ്കിൽ അവർ ചാക്കുശീല ധരിച്ചും ചാരത്തിലിരുന്നും അനുതപിക്കുമായിരുന്നു. ന്യായവിധി ദിവസം നിങ്ങളെക്കാൾ ആശ്വാസം സോറിനും സീദോനും ലബ്ധമാകും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ആകാശം വരെ ഉയർത്തപ്പെട്ട കഫർന്നഹോമേ, നീ പാതാളം വരെ താഴ്ത്തപ്പെടും. നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോദോമിലായിരുന്നെങ്കിൽ അത് ഇന്നുവരെ നിലനിൽക്കുമായിരുന്നു. എന്നാൽ വിധിനാളിൽ നിന്നേക്കാൾ ആശ്വാസം സോദോമിനുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആ സമയത്ത് യേശു തുടർന്നു പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവേ, ജ്ഞാനികളിൽ നിന്നും വിവേകമതികളിൽ നിന്നും മറച്ച് ഇവ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതേ പിതാവേ, തിരുമുമ്പിൽ ഇങ്ങനെയായിരുന്നു തിരുവിഷ്ടം. എൻ്റെ പിതാവിനാൽ സർവവും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പിതാവല്ലാതെ പുത്രനെ ആരും അറിയുന്നില്ല. പുത്രൻ ആർക്കാണോ വെളിപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നത് അവനുമല്ലാതെ ആരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിച്ച് ക്ഷീണിച്ചവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം നിങ്ങളുടെ മേൽ വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും.